നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസിസ് അക്കാഡമിയിലേക്ക് ഹാർദമായ സ്വാഗതം. KAS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ മാർച്ച് മാസം 7-ാം തീയതി വരുന്നു എന്ന് ഒരു വാർത്ത പ്രചരിച്ചപ്പോൾ തന്നെ ധാരാളം കൂട്ടുകാരെ വിളിച്ച് തിരക്കുന്നുണ്ട്. ഇനി KAS എന്ന പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, ഏത് രീതിയിലാണ് തയ്യാറെടുക്കേണ്ടത്, ഭാസിസ് അക്കാഡമിക്ക് അതിനുവേണ്ടുന്ന കോച്ചിങ് ക്ലാസ്സുകളുണ്ടോ എന്ന രീതിയിലേക്ക് എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഇരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഭാസിസ് അക്കാഡമിയുടെ എക്സ്ക്ലൂസീവ് സ്റ്റഡി പ്ലാൻ എന്താണ് എന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ ഓർക്കുക, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എന്ന് പറയുന്നത് 3 സ്ട്രീമുകളിലാണ് നമുക്ക് അറിയാം, അല്ലെ? സ്ട്രീം 1-ഉം സ്ട്രീം 2-ഉം സ്ട്രീം 3-യും ആണ്. അതിൽ സ്ട്രീം 1 എന്ന് പറയുന്നത് സർക്കാർ സർവീസിൽ ഇല്ലാത്ത ആളുകളാണ്. അവർ കഴിഞ്ഞ തവണത്തെ കണക്കനുസരിച്ചാണെങ്കിൽ ജനറൽ കാറ്റഗറി 32 വയസ്സിന് താഴെയുള്ള കൂട്ടുകാരാണ്. സ്ട്രീം 2 എന്ന് പറയുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്, പ്രൊബേഷൻ പൂർത്തീകരിച്ചിട്ടുള്ള ജനറൽ വിഭാഗമാണെന്നുണ്ടെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ള ആളുകളാണ്. ഇനി ഗസറ്റഡ് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രീം 1 എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്, പല പല പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകളാണ്. എന്നാൽ സ്ട്രീം 2-ലും 3-ലും പെടുന്ന ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നവർ ഈ ഒരു വിജ്ഞാപനം വരുമോ ഇല്ലയോ എന്ന ആ ഒരു ആശങ്കയൊക്കെ ഉള്ളതുകൊണ്ട് കാര്യമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളൊന്നും തന്നെ നടത്തിയിട്ടില്ലാത്ത ആൾക്കാരുമാണ്. ഇനി തയ്യാറെടുപ്പ് നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലോ അവർ പല ഘട്ടങ്ങളിലായിട്ട് പല പല സ്ഥാപനങ്ങളിൽ കൊണ്ടുപോയിട്ട് പണം ഒരുപാട് കൊടുത്ത് നോട്ടിഫിക്കേഷൻ 3-4 വർഷങ്ങളായിട്ട് വരാതിരുന്നത് കൊണ്ട് എന്ത് എന്ന ആശങ്കയിൽ നിന്ന് പോയിട്ടുള്ള ആൾക്കാരും ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ല, അല്ലെ? നമ്മൾ ഓർത്തു നോക്കുക, എത്ര ദിവസങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, അല്ലെ? മാർച്ച് മാസം 7-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ മാർച്ച് മാസം 7-ാം തീയതി കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 ദിവസമാണ്. ഏപ്രിൽ മാസത്തിൽ നമുക്ക് 30 ദിവസമുണ്ട്. മെയ് മാസത്തിൽ 31 ദിവസമുണ്ട്. അതേപോലെ ജൂൺ മാസത്തിൽ നമുക്ക് പരീക്ഷയുടെ തലേ ദിവസമായ 14-ാം തീയതിയാണ് പരീക്ഷ. അപ്പോൾ 13-ാം തീയതി വരെയുണ്ട്. അങ്ങനെ നോക്കിയാൽ നമുക്ക് മുന്നിൽ അവശേഷിക്കുന്നത് 3, 4, 5, 9, അല്ലെ? 99 ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. 100-ാമത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി ഭാഗതയും നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷ നടക്കുകയാണ്. KASന്റെ പ്രിലിമിനറി പരീക്ഷ നടക്കുകയാണ്. പരീക്ഷ 2 പരീക്ഷകളായിട്ടാണ് നടക്കുന്നത്. പേപ്പർ 1-ഉം പേപ്പർ 2-ഉം ഇങ്ങനെ 2 പരീക്ഷകളായിട്ട് നടക്കുന്നത്. ഈ പരീക്ഷകൾ ആണ് നിർണായകമാകുന്നത്. കഴിഞ്ഞ തവണയൊക്കെ പരീക്ഷ ആദ്യമായിട്ട് വന്നതുകൊണ്ട് തന്നെ പലപ്പോഴും ഫസ്റ്റ് സ്ട്രീമിൽ തന്നെ നല്ല മാർക്ക് കുറവോ, അതേപോലെ തന്നെ സെക്കൻഡ് സ്ട്രീമിൽ അതിലേറെ കുറവ്, തേർഡ് സ്ട്രീമിലാണെങ്കിൽ തീരെ കുറവ്, ഇതായിരുന്നു കട്ട് ഓഫ് മാർക്ക്. പക്ഷേ ഇത്തവണ അതേപോലെ ആകുമെന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം സ്ട്രീം 1-ൽ പരീക്ഷ എഴുതുന്ന ആൾക്കാർ ആക്റ്റീവാണ്, ലൈവാണ്, അവർ പരീക്ഷാ രീതി പരിചയിച്ചു കഴിഞ്ഞു. സ്ട്രീം 2-ലുള്ള ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് സർവീസിൽ പ്രവേശിച്ച കുട്ടികളാണെങ്കിൽ അവർ KAS എന്നുള്ള സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം തയ്യാറെടുത്ത് വരുന്ന ആൾക്കാരാണ്. സ്ട്രീം 3-ലും ഇതേപോലെ തന്നെയാണ്. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും KAS നേടിക്കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന സ്ട്രീം 3-ലുള്ള ആളുകളും ആക്റ്റീവായിട്ട് തന്നെ വരും. അതുകൊണ്ട് ഇത്തവണ മത്സരം എന്ന് പറയുന്നത് തീപാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ 99 ദിവസമാണ് നമുക്കുള്ളത്. ആ 99 ദിവസം കഴിയുമ്പോൾ 100-ാമത്തെ ദിവസം എങ്ങനെ പഠിച്ച് തീർക്കണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓർക്കുക, പേപ്പർ 1 എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 മേഖലകളാണുള്ളത്. അതിൽ ഹിസ്റ്ററി, ജിയോഗ്രഫി, അല്ലെ? ഹിസ്റ്ററി ഉണ്ട്, ജിയോഗ്രഫി ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, പിന്നെയോ കൾച്ചർ ഉണ്ട്, റീസണിങ് ആൻഡ് മാർക്സ് ഉണ്ട്. ശരാശരി ഒരു 20 മാർക്ക് വീതം ഈ 5 മേഖലയിൽ നിന്ന് ചോദിച്ചാൽ 100 മാർക്ക് ആയി, അല്ലെ? അപ്പോൾ ഈ ഒരു മേഖല നമ്മൾ ടാർഗറ്റ് ചെയ്യുമ്പോൾ എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാനുള്ള സമയം ഇവിടെ ഇല്ല. അപ്പൊ നമുക്ക് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണ്, ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഏരിയ ഏതാണ്, എത്ര പഠിച്ചു എന്ന് പറഞ്ഞാലും സമയം നമുക്ക് വേസ്റ്റ് ആയി പോകുന്ന ഏരിയ ഏതാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു 80% മാർക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഇനി ഇതേപോലെ ഇപ്പുറത്ത് പേപ്പർ 2 നോക്കിക്കേ. എക്കണോമി ആൻഡ് പ്ലാനിംഗ് ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, കറന്റ് ഇവന്റ്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളവും ഉണ്ട്. ഇവിടെയും നമ്മൾ 100% പഠിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. ഇവിടെയും ടാർഗറ്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു 80% സബ്ജക്റ്റുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക. അതിന് നമ്മുടെ മുന്നിലുള്ള ദിവസം അത്ര മാത്രമേ ഉള്ളൂ. 99 ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അതായത് ഇതിനെ പേപ്പറിനെ 10 സെഗ്മെന്റ് ആയിട്ട്, പേപ്പർ 1-ൽ 5-ഉം പേപ്പർ 2-ൽ 5-ഉം എന്ന രീതിയിൽ നമ്മൾ തരംതിരിച്ചു കഴിഞ്ഞാൽ ഒരു വിഷയം പഠിക്കാനായിട്ട് നമുക്ക് കിട്ടുന്നത് 10 days എന്നത് തികച്ച് ഇല്ല. അപ്പൊ ഒരു ദിവസം എത്ര മണിക്കൂർ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ നിർണായകമായിട്ട് വരുന്നത്.
അപ്പോൾ ഒരു ദിവസം നമുക്കൊരു 6 മുതൽ 10 മണിക്കൂർ വരെ ഈ വിഷയങ്ങളുടെ പുറമേ നിന്ന് പഠിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. അതിനെങ്ങനെയെല്ലാം പഠിക്കാൻ പറ്റും അല്ലെ? പല രീതിയിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റും, ഓഫ്ലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റും അല്ലെ? അപ്പൊ ആ 2 രീതിയിലുള്ള പരിശീലനവും നമ്മുടെ ഭാസീസ് അക്കാഡമിയിലുണ്ട്. ഈ KASന്റെ കോച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാസീസ് അക്കാഡമിയുടെ പരിജ്ഞാനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ KAS നോട്ടിഫിക്കേഷൻ വന്ന 2019 ആ പരീക്ഷയ്ക്ക് നമുക്കൊരു ബാച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, 12 പേർ മാത്രമായിരുന്നു നമ്മളുടെ ഒന്നാമത്തെ KAS ബാച്ച്. അത് നമുക്കൊരു ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു. നമ്മുടെ ക്ലാസ് ചേർത്തലയിലായിരുന്നു നമ്മൾ കണ്ടക്ട് ചെയ്തത്. ചേർത്തലയിലെ തണ്ണീർമുക്കം എന്നുള്ള സ്ഥലത്തായിരുന്നു കണ്ടക്ട് ചെയ്തത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഈ 3 സ്ട്രീമിൽപ്പെട്ട ആളുകളും ഇവിടെ പരീക്ഷ എഴുതാനുണ്ടായിരുന്നു. ഇതിൽ നിന്നും 4 പേര് മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് മെയിൻ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫൈ ചെയ്ത ആൾക്കാരാണ്. അതിൽ നിന്ന് തന്നെ ഇന്റർവ്യൂ എന്ന് പറയുന്ന കടമ്പയിലേക്ക് ഒരാൾ എത്തിപ്പെടുകയും ചെയ്തു. സ്ട്രീം 3-യിലായിരുന്നു. ആ സ്ട്രീം 3-യിൽ ഇന്റർവ്യൂ കടന്ന ആള് സപ്ലിമെന്ററി ലിസ്റ്റിലെ 2nd റാങ്ക് ആണ് നേടിയത്. അപ്പൊ സപ്ലിമെന്ററി ലിസ്റ്റിൽ 2nd റാങ്ക് എന്നുള്ളതാണ് നമ്മുടെ അക്കാഡമിയുടെ KAS പരീക്ഷയിലുള്ള ആ ഒരു പരിജ്ഞാനം എന്ന് പറയുന്നത്. ഒരുപാട് റാങ്കുകൾ വാങ്ങിക്കൂട്ടിയ ആൾക്കാര് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ KAS പരീക്ഷ എന്ന് പറയുന്ന നിർണായകമായ ഒരു പരീക്ഷയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒരു 2ാം റാങ്കുകാരനെ സൃഷ്ടിക്കുവാൻ സാധിച്ചു എന്ന് പറയുന്നത് ഭാസീസ് അക്കാഡമിക്ക് അഭിമാനമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ KASന്റെ നോട്ടിഫിക്കേഷൻ 2ാം തവണയും വരുമ്പോൾ ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും മെയിൻ ലിസ്റ്റിൽ കടന്നുകൂടുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഒരു തീവ്ര പരിശീലന പദ്ധതിയാണ് നമ്മുടെ അക്കാഡമി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നമുക്ക് KASന്റെ ക്ലാസ്സുകൾ നമ്മൾ നൽകുന്നുണ്ട്. ഈ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിലുള്ള ആൾക്കാർക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന സ്ട്രീം 2-ലായിരിക്കും മത്സരം കൂടുതൽ കിടക്കുന്നത്. നമ്മുടെ അക്കാഡമിയുടെ ക്ലാസ്സുകൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് ഈവനിങ് ക്ലാസ്സുകൾ, അതേപോലെ തന്നെ ഹോളിഡേ ക്ലാസ്സുകൾ ഈ രീതിയിലായിരിക്കും. ഹോളിഡേസിലും അതേപോലെ ഈ ഈവനിങ് ക്ലാസ്സുകളും എന്ന രീതിയിലായിരിക്കും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ ചാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓൺലൈൻ ക്ലാസ്സിന് പ്രത്യേകിച്ച് ടൈമില്ല, കാരണം റെക്കോർഡ് ക്ലാസ്സുകളും ആയിരിക്കും നമുക്കുള്ളത്. പ്രത്യേകിച്ച് ചേർത്തല, ആലപ്പുഴ, എറണാകുളം, കോട്ടയം, വൈക്കം എന്നീ മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്ന് പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്ന തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ആരംഭിക്കുന്നതാണ്. ഓൺലൈൻ ക്ലാസ്സും നമ്മൾ അതേപോലെ തന്നെ ആരംഭിക്കുന്നതാണ്. നമുക്ക് ഓർക്കുക ഒരു കാര്യം, നോട്ടിഫിക്കേഷൻ വരട്ടെ, അതിനുശേഷം ഒന്ന് ആലോചിക്കട്ടെ, അതിനുശേഷം പഠിക്കാം എന്ന് ചിന്തിച്ചിരുന്നാൽ നമുക്ക് സമയമില്ല. നമ്മുടെ മുന്നിൽ ആകെയുള്ള സമയം, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആകെയുള്ള സമയം എന്ന് പറയുന്നത് വെറും 99 ദിവസമാണ്. ഈ 99 ദിവസത്തെ സമർത്ഥമായി വിനിയോഗിക്കുന്നവൻ ആരോ അവർ ഉറപ്പായിട്ടും പ്രിലിമിനറി പരീക്ഷ ക്ലിയർ ചെയ്തിരിക്കും. ആ പ്രിലിമിനറി ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഒക്ടോബർ മാസം 17-നും 18-നും നടക്കുന്ന മെയിൻ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പ് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മുന്നിലുള്ള സമയം എന്ന് പറയുന്നത് പരിമിതമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് തീരുമാനമെടുക്കുവാനുള്ള സമയം, ആലോചിക്കുവാനുള്ള സമയം വളരെ കുറവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ എഴുതണമെന്ന ആഗ്രഹത്തോടുകൂടി നിൽക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യുക? എളുപ്പം തന്നെ ഒരു തീരുമാനമെടുക്കുക. ഭാസീസ് അക്കാഡമിയുടെ KAS പരിശീലനം നമ്മൾ മാർച്ച് മാസം ആദ്യത്തെ ആഴ്ച തന്നെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഭാസീസ് അക്കാഡമിയുടെ ഈ ഒരു കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ്ങോ ഓഫ്ലൈൻ കോച്ചിങ്ങോ നിങ്ങൾ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഒരു കാര്യം ആദ്യമേ തന്നെ പറയാം, നമ്മുടെ ടെക്നോളജി എന്ന് പറയുന്ന ക്ലാസ്സുകൾ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കുന്ന പ്രദർശിപ്പിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നതിൽ ഞങ്ങൾ വളരെ വീക്കാണ്. പക്ഷേ ക്ലാസ്സിൽ ഞങ്ങൾ നൽകുന്ന കണ്ടന്റിന്റെ കാര്യത്തിൽ, അതിന്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ മറ്റാരെക്കാളും ഞങ്ങൾ പിന്നിലല്ല, എല്ലാവരെക്കാളും മുന്നിലുമല്ല. എല്ലാവർക്കും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് ഞങ്ങളുടെ ക്ലാസ്സുകളിലുള്ളത്. ഭാസീസ് അക്കാഡമിയുടെ യൂട്യൂബ് ക്ലാസ്സുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ പോളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് എന്നീ മേഖലകളിലുള്ള ക്ലാസ്സുകളൊന്ന് പ്ലേലിസ്റ്റിൽ കയറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിന്റെ ക്വാളിറ്റി എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന പരീക്ഷ എഴുതുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് ചേർത്തലയിൽ ആരംഭിക്കുന്നുണ്ട്. ചേർത്തലയിൽ, ആലപ്പുഴയിൽ KASന്റെ കോച്ചിങ് നൽകുന്ന കഴിഞ്ഞ തവണ റിസൾട്ട് കിട്ടിയ ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് നമ്മുടെ ഭാസീസ് അക്കാഡമിയാണ്. അതേപോലെ ഓൺലൈൻ കോച്ചിങ്ങും ഭാസീസ് അക്കാഡമി ഇത്തവണ നൽകുന്നുണ്ട് KASനെ. അതുകൊണ്ട് KAS പരീക്ഷയിൽ പങ്കെടുക്കുവാനായിട്ടും പരീക്ഷ എഴുതുവാനായിട്ടും ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാസീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടുന്ന നമ്പർ 9846183166. ഓർക്കുക, നമുക്ക് മുന്നിൽ ഇനി സമയമില്ല, സമയം പരിമിതമാണ്. ലക്ഷ്യം നേടണമെന്നുണ്ടെങ്കിൽ ലക്ഷ്യം നേടുവാനുള്ള മാർഗമായ ആഗ്രഹം മാത്രം പോരാ, പ്രവൃത്തിയും കൂടി വേണം. പ്രവൃത്തിയും ഭാഗ്യവും കൂടി ഉണ്ടെങ്കിൽ ലക്ഷ്യം നമ്മുടെ കൈപ്പിടിയിലെത്തും. ഓൾ ദ ബെസ്റ്റ്.